മാർഗമല്ലല്ലോ ലക്ഷ്യങ്ങളിലേക്ക് നേടണം അല്ലെ? എന്താ ലക്ഷ്യം? എന്താ ലക്ഷ്യം? ഉടൻ തന്നെ ഒരു ലക്ഷ്യം സാധിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ മറ്റൊരു ലക്ഷ്യം. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല ഗൈസ്, ഒരു ലക്ഷ്യമില്ലേ, പോണ പോലെ പോട്ടെ. ഇന്ന് വെളുത്ത ഇന്ന് തീരുന്നെടുത്ത. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ Q&A അല്ലേ? ഇതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു Q&A. ഇന്നിങ്ങനെ അവളിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു Q&A പോകാന്ന് വിചാരിച്ച്. ഒരുപാട് ആൾക്കാർ ചോദിക്കാനുണ്ടാവുമല്ലോ, കുറച്ച് നാളായില്ലേ ഒരുമിച്ച് കണ്ടിട്ടും അല്ലെങ്കിൽ ഒരുമിച്ചൊരു വീഡിയോ ചെയ്തിട്ടും ഒക്കെ. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതെ, അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുഴുവൻ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. നമ്മളിത് ആക്ച്വലി ഉച്ചയ്ക്കാണ് തീരുമാനിച്ചല്ലേ, ചെയ്യാന്ന് ഉച്ചയ്ക്ക് തീരുമാനിച്ചത്. ഇങ്ങനെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. പുറത്ത് പോകാനാണെങ്കിൽ പുറത്ത് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ് പുറത്തേക്ക് പോകാനായിട്ട്. വൈകുന്നേരം ഇപ്പം മഴയാണ്, അതുകൊണ്ട് ഞങ്ങള് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഇന്ന് ട്രിപ്പ് പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ട്രിപ്പ് പോകണ്ട, നല്ല ക്യാൻസൽ ചെയ്തിട്ട് അമ്മ പറഞ്ഞു ഈ വെയിലത്ത് എവിടെയാണ് നിങ്ങൾ ട്രിപ്പ് പോകുന്നതെന്ന് വെച്ച് അങ്ങനെ ഞങ്ങളത് മാറ്റി. എന്നാ പിന്നെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു അല്ലേ, യൂട്യൂബ് പ്രേക്ഷകർക്കായി കുറച്ച് നേരം ചെലവഴിക്കാന്ന് വിചാരിച്ചു. യെസ്. അപ്പോ ആദ്യത്തത് സൗമ്യ എന്നാണ് പേര്. ദെൻ ഹായ് സീമ ആൻഡ് കണ്ണൻ, രണ്ടാളും സുഖമായിരിക്കുന്നു. ഞാൻ സന്തോഷ് സൗമ്യയാണേ. പിന്നെ സീമ കൊച്ചു, ഞാൻ എന്നും ഇത്തിരി കുശുമ്പോടെയാണ് സീമയുടെ ഷോർട്സ് എല്ലാം കാണുന്നത് കേട്ടോ. എന്ത് രസമാണോ തന്നെ കാണുന്നത്. ഓ, വലിയ സോപ്പ്. എന്ത് ഭംഗിയായിട്ടാണ് സാരി ഉടുക്കുന്നത്, എപ്പോഴും നല്ല ഐശ്വര്യമായിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നിറവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സീമയെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് സീമക്കുട്ടി? എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പം ഉണ്ട് കേട്ടോ. രണ്ടാളും ലൈഫിലും കലാരംഗത്തും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്നുമില്ല. ഞാൻ പൊതുവേ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ല. എന്തെങ്കിലും ഒരു ഇവന്റ് വരികയാണെങ്കിൽ അപ്പം ചാടിപ്പടച്ച് ഭയങ്കര സ്കിൻ കെയർ നോക്കും. അല്ലാതെ ഡെയിലി റൊട്ടീൻ പോലെ സ്കിൻ കെയർ ഞാൻ നോക്കാറേ ഇല്ല. പിന്നെ ഫേസ് വാഷ് മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. ഫേസ് വാഷ് സോപ്പ് ഇടില്ല മുഖത്ത്. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആണ്. എന്നും പുറത്ത് പോയാലും രാത്രി കിടക്കാൻ നേരത്തും സൺസ്ക്രീൻ ഒന്ന് പോകട്ടെ. പോയാലും പോയില്ലേലും ഞാൻ സൺസ്ക്രീം, എവിടെ പോയാലും പോയില്ലേലും ഞാൻ സൺസ്ക്രീം ഇടും. കണ്ണനും സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ വെച്ചും സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയും സൺസ്ക്രീൻ ഇടണം, സൺ ടാൻ അടിക്കും, സൺസ്ക്രീൻ ഇടണമെന്നൊക്കെ പറയും. സോ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം എൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ, എൻ്റെ അടുത്ത് ആണ് ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് സൺസ്ക്രീൻ ഒന്നുമില്ല. സൺടാൻ അടിച്ചു. ബൈക്കിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും ഭയങ്കര സൺടാൻ എന്നാണ് പറയാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം അനൂപ് സിദ്ധാർത്ഥാണ് ചോദിച്ചേക്കുന്നത്. സിദ്ധാർത്ഥൻ, ജീവിതത്തിൽ ഇനിയുള്ള ലക്ഷ്യം എന്താണ്? എന്താ ലക്ഷ്യം? ലക്ഷ്യങ്ങൾ പലതുണ്ട്. ലക്ഷ്യമാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ എന്താ ലക്ഷ്യം? ലക്ഷ്യം മാർഗമല്ലല്ലോ, ലക്ഷ്യങ്ങളിലേക്ക് നേടണം അല്ലേ? എന്താ ലക്ഷ്യം? ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നത്. ലക്ഷ്യം ഒന്നും അതല്ല. ജീവിതത്തിന് അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോൾ അടുത്ത ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അടുത്ത ഒരു മുന്നോടി എന്ന രീതിയിൽ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങള് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒരു ലക്ഷ്യമില്ലേ, പോണ പോലെ പോട്ടെ. ഇന്ന് വെളുത്ത ഇന്ന് തീരുന്നെടുത്ത, അത് കഴിഞ്ഞ് നാളെ വെളുത്ത, അങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത ഒരു ലക്ഷ്യബോധമില്ലാത്ത ലക്ഷ്യം ഉണ്ടായിരുന്നോണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ചത്. ലക്ഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു സാധനം വേണം. എനിക്ക് ലക്ഷ്യമുണ്ട്, നമുക്കുണ്ട് പല ലക്ഷ്യങ്ങളുണ്ട്. പല ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് യാത്ര പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അല്ലാതെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നൊക്കെയുള്ള ലക്ഷ്യം. എനിക്കൊരു ബിസിനസ് പ്ലാനിങ്ങിലുണ്ട്, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കെന്നല്ല, നമ്മൾ രണ്ടുപേരായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ട്, ഒരു ബിസിനസ്സിലോട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്യമുണ്ട്. ട്രാവലിംഗ് പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ല, നമ്മൾ രണ്ടാളും കൂടെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇതുവരെ ഹണിമൂൺ ഒന്നും പോയിട്ടില്ല. മീൻസ് ലോങ് ട്രിപ്പുകളൊക്കെ പോകണം. ഉടൻ തന്നെ ഒരു ലക്ഷ്യം സാധിക്കുന്നതായിരിക്കും.
അവിടെ തന്നെ മറ്റൊരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യമാണ്. അങ്ങനെ അത് പുറകെ വരും. ലക്ഷ്യങ്ങൾ പലതാണ്, എന്നാലും കണ്ണൻ എന്താ ലക്ഷ്യം? എന്നാലും ഒരു ലക്ഷ്യം കാണുമല്ലോ. എനിക്കൊന്നുമില്ല. പറ ലക്ഷ്യം പറ. ഉണ്ട്, എനിക്ക് നിന്റെ കൂടെ ഉള്ളതാണ് ലക്ഷ്യം. ചുമ്മയാണ് പറയുന്നത്, വെറുതെയാണ്. 2 ദിവസം കാണാതിരുന്ന ഒരു മിസ്സിംഗും ഇല്ല കേസ്, ഒരു വീഡിയോ മെസ്സേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഇങ്ങോട്ട് തന്നെ ഭയങ്കര ജാടയാണ്, ഭയങ്കര ജാടെന്ന് വെച്ചാൽ അവള് വിളിക്കട്ടെ, അവള് കോൾ ചെയ്യട്ടെ, അവളെങ്ങനെ ഇട്ടെ, ഞാനും ജാടയാണ് കേസ്. ഞാനും പറയും അങ്ങനെ വിളിക്കട്ടെ, അങ്ങനെ മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടുകൊണ്ട് ഇരുന്നിരുന്ന് രണ്ടൊരു വാശി കാണിച്ചിരിക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ലക്ഷ്യം ഇതൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന പോലെ ഫുഡൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്പേസ്, അതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. അടുത്ത നെക്സ്റ്റ് ചോദ്യം കണ്ണന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കണ്ണന്റെ കാര്യമാണ് എല്ലാവർക്കും അറിയാം. കണ്ണൻ ഇപ്പൊ നാട്ടിലാണോ? കണ്ണൻ ഇപ്പൊ എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കേണ്ടതേ ഇല്ല. കണ്ണന്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. കണ്ണന്റെ എന്താ, കണ്ണൻ നാട്ടിലാണോ? കണ്ണൻ എന്ത് ജോലിയാണ്? കണ്ണൻ നാട്ടിലാണ്. കണ്ണൻ തിയേറ്ററിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. നമ്മള് വെറും പാവങ്ങളായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നു. കണ്ണൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്. സീമ, ഞാനൊരു തൃശ്ശൂർ നാട്ടിൻപുറത്തുകാരിയാണ്. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണെന്ന നിലയ്ക്ക് സീമയോട് എനിക്ക് അതിയായ കുശുമ്പുണ്ട്. എന്ത് രസമായിട്ടാണ് കുക്കിംഗ്, മേക്കപ്പ്, ഭക്തി, ഇപ്പൊ വൈഫ് ആൻഡ് മരുമകൾ റോളിലും എന്നെ കൊണ്ടൊന്നും ഇത്രയ്ക്ക് സാധിക്കുന്നില്ല. പിന്നെ കുശുമ്പുണ്ട് എന്നുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ട്രാൻസ്ഫോമൻസിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു പേഴ്സണാണ്. വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്. അത് വലിയ ചോദ്യമൊന്നുമില്ല. കാരണം സീമയെ ഒരുപാട് കാലം ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ്സ് ആണ്, അത് ചോദ്യമല്ല. അടുത്ത് ചോദിക്കുന്നത്, then would love to see your mother-in-law and father-in-law in your vlogs. നമ്മളെ വീഡിയോയിൽ കാണാറുണ്ട് അച്ഛനമ്മയും. അമ്മയ്ക്ക് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, അമ്മ നല്ല തഗ് പറയുന്ന ആളാണ്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സപ്പോർട്ട്, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അമ്മ എന്ത് കാര്യം പറയും, വീഡിയോ എടുക്കുന്നൊക്കെ പറയും. ബട്ട് അമ്മ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറർ പോലെ ഇങ്ങനെ സംസാരിക്കും. ബട്ട് ഇങ്ങനെ വീഡിയോ വരുന്ന ഇഷ്ടമല്ല. അച്ഛന് ഇഷ്ടമാണ്, കമന്റ്സ് അതിനൊന്നും പറയാറൊന്നുമില്ല. അച്ഛനമ്മ വീഡിയോ എടുക്കാന്ന് പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ കുക്ക് ചെയ്യാൻ കാര്യമെങ്കിലും പറയും വീഡിയോ എടുക്കും. സം ടൈം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. ബട്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരെ വീഡിയോയില് അല്ലെങ്കിൽ നമ്മളെ ട്രോള് ഏറ്റുവാങ്ങുന്ന ആൾക്കാര് അതും ഇതും പോസ്റ്റ് എടുക്കുന്നത്, അച്ഛനമ്മയ്ക്കുള്ള പ്രൈവസി നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. അവർക്കൊരു പ്രൈവസി ഉണ്ട്. സോ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി എയറിലായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. രണ്ടുപേരുടെയും എന്റെ ബർത്ത്ഡേ ആണ് April 8. വിഷ് പറയാമോ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഏപ്രിലാണ് ബർത്ത്ഡേക്ക്. ഹാപ്പി ബർത്ത്ഡേ. അടുത്ത സീമയുടെ സാരി കളക്ഷൻ അടിപൊളിയാണ്. എനിക്ക് സീമയുടെ ഇഷ്ടമാണ്. എത്ര സാരി ഉണ്ടായിരിക്കും? സാരി ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ സാരി കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല, കൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. സാരി എണ്ണിക്കൂടാന്ന് പറയും, അതുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ വസ്ത്രങ്ങൾ കേടാക്കി കളയാൻ എനിക്ക് ഇഷ്ടമല്ല. കണ്ണനോടായാലും ഞാൻ പറയും ഡ്രസ്സ് ഇങ്ങനെ എനിക്ക് നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ എങ്ങനെ അഡ്വൈസ് ചെയ്യാറുണ്ട്, അതങ്ങനെ ഏതാ കേടായി പോവും, ഇതിങ്ങനെ ഏതാ കേടായി പോവും, അങ്ങനെയൊക്കെ. എൻ്റെതാണെങ്കിലും ഞാൻ പണ്ട് തൊട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സാരികളാണെങ്കിൽ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഉടുക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ മാറ്റി തിരിച്ചൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. ബട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എണ്ണീറ്റൊന്നുമില്ല. അങ്ങനെ. അടുത്ത ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരാണ് ഇപ്പൊ? വീട്ടിൽ ഞങ്ങൾ 4 പേര്, അച്ഛൻ, അമ്മ, ഞാനായി. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് എന്റെ അവിടത്തെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. ബട്ട് ഞാൻ വച്ചേക്കുന്ന വീട്ടില് അവിടെ ഇപ്പൊ ഞാനുള്ളപ്പോ ഞാൻ, അല്ലെങ്കിൽ ഞാനും കണ്ണനും ഉണ്ടാവും അല്ലേ, അവിടെ അല്ലാതെ വേറെ ആരുമില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് പിന്നെ എല്ലാവരും ഇങ്ങനെ ഇതാണ് സൂപ്പറാണ്. ട്രിവാൻഡ്രം ആണോ കോട്ടയം ആണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ട്രിവാൻഡ്രവും കോട്ടയവും രണ്ടും 2 വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് നിൽക്കുമ്പോൾ വേറൊരു വൈബാണ്, പക്ഷെ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ വേറൊരിതാണ്. അതെനിക്കൊരു സിറ്റി ഒന്നുമല്ല, നാട്ടിൻപുറം തന്നെയാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നാട്ടിൻപുറവും ഗ്രാമഭംഗിയും അമ്പലങ്ങളും പള്ളികളും
കരകരാരോ അവിടെ ഒന്നും ഇല്ലാത്തോണ്ട് അമ്പലവും പള്ളിയും ഒന്നും ഇല്ലാത്തോണ്ട് നീറൊന്നും ഇല്ലല്ലോ. രാവിലെ എണീറ്റ് വീട്ടിന്റെ തൊട്ട് ബാക്കിൽ പള്ളിയാണ്. പള്ളിയുണ്ട്. രാവിലെ 5 മണിക്ക് ഭക്തി. ഇഷ്ടമാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ ഇഷ്ടമാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിൽക്കുമ്പോ ഒരു വേറൊരു ഫീലാണ്. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ വേറൊരു സുഖമാണ്. സത്യം, ഇവിടെ നിൽക്കുമ്പോൾ വേറെ സുഖമാണ്. ഇവിടെ പോകുമ്പോൾ അവിടെ മിസ് ചെയ്യും, അവിടെ പോകുമ്പോൾ ഇവിടെ മിസ് ചെയ്യും. അങ്ങനെ ഇവിടെ അവിടെ പോകുമ്പോൾ രണ്ടും മിസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. പെർഫെക്ഷനിസ്റ്റ് ആണ്. കണ്ണനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഇത്തിരി പെർഫെക്ഷനിസ്റ്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ ചോദിക്കുന്നത്, രണ്ടുപേരും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുടിക്ക് സംരക്ഷണം ഒന്നും ചെയ്യാറില്ല. മുടിക്ക് ഒരു സാധനം ചെയ്യാറില്ല. പിന്നെ പാട്ട് പാടാമോ? പാട്ടോ? എവിടെ ഒരു പാട്ട് പാടുമോ? എനിക്ക് പാട്ടിനെ പറ്റി അറിയത്തേയില്ല. പാടി കണ്ണം പാടും, സൂപ്പർ ആയിട്ട് പാടും. ഞാൻ പാടാറുണ്ട്. എനിക്ക് പണ്ട് ഗൾഫിൽ വെച്ചിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ജേസിന് സോങ്ങുകൾ പാടി എന്നെ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ളവർ ചേച്ചിക്ക് എതിരെ വന്നപ്പോൾ എങ്ങനെയാണ് അതിന് തന്നെ നോക്കാം. എനിക്ക് അതിന് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നുമില്ല. ഞാൻ പറയുന്നവർ പറയട്ടെ, നമുക്ക് അതിന് പ്രത്യേകിച്ച് മറുപടി പറയാനൊന്നുമില്ല അല്ലേ. അവരെ കഴിക്കുമ്പോൾ അവര് നിർത്തിക്കോളും. നമ്മൾ എന്താണെന്ന് നമുക്കും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അറിയാം. ബാക്കിയുള്ളവർ പറയുന്നതായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ എന്തെല്ലാം പറയുന്നത്. എല്ലാവരെയും ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ, അല്ലാതെ തന്നെ ഉള്ള ആൾക്കാരെ സാധാരണ ആൾക്കാരും പറയാറുണ്ട്. സാധാരണ ആൾക്കാരെ പറ്റി പറയാറുണ്ട്. കണ്ണിനെ പറ്റി കണ്ണെ പറ്റി പറയാറുണ്ട്, എന്നെ പറ്റി പറയാറുണ്ട്, എല്ലാവരെ പറ്റി പറയാറുണ്ട്. അങ്ങനെ പല തിങ്സുകൾ പറയാറുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ അത് മൈൻഡ് ചെയ്ത് പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മളെ കാര്യം നോക്കി മുന്നോട്ട് പോവുക, അത്ര തന്നെ. ലവ് സ്റ്റോറി പറയാം, ഒരു ദിവസം പറയാം. പിന്നെ ചേച്ചിയും ചേട്ടനും സുഖമായിരിക്കുന്നു. എൻ്റെ പേര് ആദികേശവാണ്. പൊങ്കാല വ്ലോഗുകൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞതൊക്കെ ചേച്ചിയുടെ വീഡിയോ കണ്ട് പഠിച്ചിട്ടാണ് ഞാനും പൊങ്കാല. ഓക്കെ, അതൊക്കെ സാരി കളക്ഷൻസ് ഒക്കെ നല്ലതാണ്. ഏറ്റവും എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമ എന്നായിരിക്കുന്നത്. എന്റെ പേര് സീമ എന്നാണ്. ചിലപ്പോ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ എന്നിങ്ങനെ പറ്റാറുണ്ട്. സീമ എന്ന് ഞങ്ങൾ വായിക്കാം. സീമ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചിലവഴിക്കുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രം ആണോ അതോ ഹസ്ബൻഡ്? ഞാൻ ഇവിടെയാണ്. വർക്ക് ഇല്ലെങ്കിൽ കൂടുതലും ഞാൻ ഇവിടെ വർക്ക് ഉണ്ടെങ്കിൽ 15 ദിവസവും ഇവിടെ 10 ദിവസമൊക്കെ ഇവിടെ. വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ അവിടെ നിൽക്കും. പിന്നെ വേറെന്താ? ചേച്ചിയോട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. വീഡിയോ കാണാറുണ്ട്, ബ്ലോഗ് കാണാറുണ്ട്. ചേച്ചിയുടെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ നല്ല. ചേച്ചി ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, ഇങ്ങനെ ഞാൻ വർക്കിന്റെ മേക്കപ്പിന്റെ ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഒരു എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെ തുരുതുരുതുരുതാ ഇങ്ങനെ വിളിക്കും കേട്ടോ. അവരെ നമ്പർ കണ്ട എക്സൈറ്റ്മെന്റിലായിരിക്കും വിളിക്കുന്നത്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം. പണ്ട് കണ്ണൻ അവിടെ ഇരിക്കുമ്പോൾ പറയും, നീ എടുത്ത് സംസാരിക്കാത്ത എന്താ? നമുക്ക് കുറച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് അറിയില്ലാത്ത ആൾക്കാരെ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമുക്ക് അറിയില്ലാത്ത ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂ നമ്മളിങ്ങനെ നിരന്തരം ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. നമുക്ക് പക്ഷെ അത് ഭയങ്കര ഇതാണ്. കണ്ണൻ ആദ്യമൊക്കെ പറയും നീ സംസാരിക്കുക എന്നൊക്കെ പറയും. പിന്നെ ആയപ്പോ കണ്ണന് മനസ്സിലായി ഇതോടെ നടക്കുന്ന തീരത്തില്ല എന്നുള്ളത്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ വിളിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ വിളിക്കുന്ന ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട്. മീൻസ് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊക്കെ നമ്മളെ സമയം ഇങ്ങനെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പം ഞാൻ ദേഷ്യം പിടിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അവരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ദേഷ്യക്കാരിയാണ്, പക്ഷെ സിറ്റുവേഷൻ വെച്ചാണ്. അല്ലെങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ അവർ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ വേറെ ആളെ കണ്ടെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ല. എന്തിനാണ്? ഞാൻ കണ്ണോട് പറയും കേട്ടോ, നിങ്ങൾ ഈ കോൾ എടുത്ത് ആദ്യമൊക്കെ കണ്ണെടുത്ത് സംസാരിക്കായിരുന്നു, പിന്നെ എടുക്കത്തില്ല. കാരണം ഇങ്ങനെ വിളിക്കും, രാവിലെയൊക്കെ വിളിക്കും, ഉറക്കത്തിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടൊക്കെ അവര് ഓർക്കുന്നില്ല ഇവിടുത്തെ, അല്ലെങ്കിൽ ഇവര് ഏത് സാഹചര്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ്.
ലേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ കിടക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ എണീക്കും ലേറ്റ് ആയിട്ടായിരിക്കും. ഇവര് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇവരുടെ പരിപാടി വിളിച്ചു നോക്കുന്നു. ചിലപ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. അപ്പൊ രാവിലെ 7 മണിക്കും 6 മണിക്കൊക്കെ ചിലപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിപ്പോ ആ ഉറക്കവും പോവും, പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ മൂടും പോവും. അത് അവര് നമ്മളെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, അപ്പൊ അത് അവർക്ക് മനസ്സിലായിക്കോളും, അത്രേ ഉള്ളൂ. അതെ, അത് അങ്ങനെയാണ്. സുഖമായിട്ടിരിക്കുന്നു, സീമയും കണ്ണനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ എവിടെയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്? നിങ്ങൾ എയർപോർട്ടിലാണ് ആദ്യമായിട്ട് കണ്ടത്. എയർപോർട്ടിലാണ് ഫസ്റ്റ് മീറ്റ്. ഇപ്പോഴും കണ്ണൻ പറയും ആ എയർപോർട്ടിൽ വെച്ച് കണ്ട എന്റെ സൗന്ദര്യം ഇല്ലെന്ന് പിന്നെ കാണുമ്പോ. അറിയത്തില്ല, ഫസ്റ്റ് ടൈം കാണുന്നതാണ്. നിങ്ങളത് നമ്മൾ ആദ്യം ഒരാളെ കാണുന്ന ആ ഇതാണ് അവരുടെ ഉള്ളിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിന്റെ മറുപടി എന്നെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ എന്നും ഇങ്ങനെ എന്നെ ഇങ്ങനെ കുറ്റി പറയും, ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല, അത് നമ്മൾ ആദ്യമേ കാണുന്ന തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, ആദ്യം കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അത് ഞാനല്ലേ ഇപ്പൊ നിന്നെ ആദ്യം ഞാൻ എയർപോർട്ടിൽ വെച്ചോണ്ടപ്പോ നിന്റെ ആ വരവും നിന്റെ ആ ഇത് എന്ത് രസമായിരുന്നു, ഇപ്പൊ അതില്ല, നീ കൊള്ളത്തില്ലെന്ന് പോയി മെമ്മറിയാ. അല്ല, ആ ഒരു മെമ്മറി, അത് അടിപൊളി ഒരു മെമ്മറി. അതുകൊണ്ടാ അത് വല്ലാത്തൊരിത്. ഒരു ജീവിതത്തിൽ സ്ത്രീ ആയതിൽ സന്തോഷം തോന്നിയ മൊമെന്റ് വിവാഹം. അതാണ് ഏറ്റവും സന്തോഷം തോന്നിയ ആ മൊമെന്റ്. പിന്നെ പിന്നെ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത്? മിണ്ടരുത്, ഞാൻ പറയട്ടെ ഗൈസ്. കണ്ണൻ ഗൾഫിലായിരുന്ന സമയത്ത് പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ആദ്യം കണ്ണനായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ വിളിച്ച് പ്രാന്തെടുത്ത പോലെ കിടന്ന് വിളിച്ച് ഒരു 500,000 വട്ടമൊക്കെ കിടന്ന് വിളിക്കും. ഫുള്ള് ഇങ്ങനെ നിർത്താതെ വിളിക്കും. അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരിക്കലും, കാരണം നൈറ്റ് ഡ്യൂട്ടി ആണ്ട് ഇങ്ങനെ കിടന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്തോ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആ വെളിയില്ല, പറിച്ചിട്ട് ഒരു ദിവസം ഒരു മെസ്സേജ് പോലും ഇല്ല. വലിയ ബിസിയാണ്. ഇപ്പൊ അത് എന്താ പറഞ്ഞേ, ഇപ്പൊ അത് കൂടെ ഉണ്ടല്ലോ, കൂടെ ഇതാണ് എല്ലാരും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. എപ്പോഴും ഇങ്ങനെ എല്ലാരും പറയുന്നതാണ് കല്യാണം കഴിയുന്നവർ എന്തു ഭയങ്കര മെസ്സേജ് കോളിങ് അങ്ങനെ ഇത്. ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല, ആരും കോംപ്രമൈസ്. വഴക്കുണ്ടായ രണ്ടുപേർക്കും വേണം കോംപ്രമൈസ് ചെയ്യണമെന്നുള്ളത്. ഇത് രണ്ടുപേരും മസിൽ പിടിക്കും, രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യണം. രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യവും, ഭയങ്കര ദേഷ്യക്കാരാണ്, മുൻചുണ്ടിക്കാരാണ്. രണ്ടുപേരും ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണെന്ന്. അതെങ്ങനെയാണ് നമ്മൾ മീൻസ് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. അതിന്റെ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ ഇത്രയും കട്ടി വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വയ്യാത്തോണ്ട് ഞാൻ പറയണം. ഐ കാൻ ബിലീവ് ബോത്ത് ഓഫ് യു ഹാവ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്നാണ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കണ്ണന്റെ പൊളിറ്റിക്കൽ അല്ലേ, പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നു, ഞാൻ എടുത്തിരിക്കും. അതിപ്പോ രണ്ട് പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഇപ്പൊ ഇത് നമ്മളെന്താ രണ്ട് ശത്രുക്കളാവണമെന്നുണ്ടോ? എനിക്ക് വ്യക്തികളല്ലേ നമ്മൾ രണ്ടും. ഞാൻ സീമ എന്ന വ്യക്തിയല്ല ഇഷ്ടപ്പെടും, സീമ എന്ന അല്ല, സീമ പിന്തുടരുന്ന പാർട്ടി അല്ലല്ലോ. ഇപ്പൊ രണ്ടുപേരും എല്ലാം ഒരേ കളർ ഇഷ്ടപ്പെടണം, ഒരേ ഫുഡ് ഇഷ്ടപ്പെടണം, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേർക്കും രണ്ട് ഇഷ്ടങ്ങൾ വേണം, എങ്കിലേ അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്കിടയിൽ അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവത്തില്ല അല്ലേ. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങൾ വേണമെങ്കിൽ ഡിഫറെന്റ് കാഴ്ചപ്പാടായിരിക്കും. ഒരേ കാഴ്ചപ്പാടാണെങ്കിൽ ഒരു സുഖം കാണത്തില്ല. മറ്റത് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം വലിയ ആദർശവാദിയാണ്, ആദർശങ്ങളുടെ രാജകുമാരനാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഒരു ഗ്യാങ്ങും കണ്ണ് മാത്രം ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതാണ് ഈ വീട്ടിൽ. എല്ലാവർക്കും നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹമാണ്. ഞാൻ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ വരണേ. ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ലവ് സ്റ്റോറി പറയുമെന്ന് ചോദിക്കുന്നുണ്ട്, ഒരാൾ ചോദിക്കുന്നുണ്ട് ലവ് സ്റ്റോറി. അത് തീർച്ചയായിട്ടും ഒരിക്കൽ പറയാം. അതിങ്ങനെ വലിയൊരു അടുത്ത് നിങ്ങളുടെ രണ്ടാളുടെ ഒരുമിച്ചുള്ള വീഡിയോ ആണ് കാണാൻ ഭംഗി. കോട്ടയം വീട്ടിലെ നാട്ടിൻപുറത്തെ ജീവിത ശൈലിയാണോ അതോ ട്രിവാൻഡ്രം ലൈഫാണോ? ട്രിവാൻഡ്രത്ത് ഞാൻ തനി നാട്ടിൻപുറത്താണ് ജനിച്ച് വളർന്നത്. ഞാൻ സിറ്റിയിലൊന്നുമല്ല താമസിക്കുന്നത്, കുഗ്രാമത്തിലാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ സിറ്റി ആക്സസ് കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ കുറച്ച് ഇച്ചിരി നേരം ഒരു 40 മിനിറ്റ്സ് ഉണ്ട് അല്ലേ കോട്ടയത്ത് എത്താനായിട്ട്.
അത്രയും ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. വീടൊക്കെ രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നേരത്തെ ഉള്ള ഇവിടുത്തെ ഹോം ടൂറിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏകദേശം എൻ്റെ അവിടുത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. പിന്നെ അടുത്ത് തന്നെ എനിക്കൊരു ചോദ്യമുണ്ട്, മറ്റൊന്നുണ്ട്. താങ്കൾ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ബി ജെ പിയിലെ ഒരു പാർട്ടി അംഗത്വം എടുത്തതേ ഉള്ളൂ. അല്ലാതെ ഞാന് ബി ജെ പിയിലെ സ്ഥാനാർത്ഥിത്വം വഹിക്കുകയോ അല്ലെങ്കിൽ മത്സരിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. എനിക്ക് ആ പാർട്ടിയിൽ ചേരണമെന്ന് ഇഷ്ടം തോന്നി, ആഗ്രഹം തോന്നി, ആ പാർട്ടിയിലേക്ക് പോയി. അല്ലാതെ അത് ഒരു ബെനിഫിറ്റ്സ് മോഹിച്ചോ അല്ലെങ്കിൽ ആ ഒരു വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് ലൈക്ക് എനിക്ക് എന്താ പറയാ അല്ലേ, ഒന്നും ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു ഇഷ്ടമായിരുന്നു ആ പാർട്ടിയിൽ ചേരണമെന്ന്. അങ്ങനെ ഉന്നമനം അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ആസ് യൂഷ്വൽ ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും ഏത് ഭരണത്തിലാണെങ്കിലും ജനങ്ങൾക്ക് നന്മ ഉണ്ടാവണം, ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം അവരുടെ ഭരണ പ്രവർത്തനങ്ങൾ. അത്രേ ഉള്ളൂ. പണ്ടും ഞാൻ വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, പാർട്ടികളെ നോക്കിയിട്ടല്ല. ആ വ്യക്തികളെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അവരൊക്കെ സമൂഹത്തിന് എന്താ കിട്ടുക, നേട്ടം എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ഭരണത്തിന് വന്നാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചിഹ്നങ്ങൾ നോക്കിയും പാർട്ടികൾ നോക്കിയൊന്നും വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതിന് വേറെ നിഗൂഢ ലക്ഷ്യങ്ങളൊന്നും. എന്തോരം കമന്റ് കേട്ട കേസ് അതിന് വേണ്ടിയിട്ട്. സംഗി, ചാണകം ചവിട്ടി തീട്ടത്തിൽ വീണു, ചാണകത്തിൽ വീണു, അങ്ങനെ വീണു, ഇങ്ങനെ വീണു, അങ്ങനെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിലോ, ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റുള്ള ആൾക്കാരെ എന്തെങ്കിലും ചെയ്യണമെന്നോ പറയണമെന്നോ അങ്ങനെ ആഹ്വാനം ചെയ്യുക, അങ്ങനെ ഒന്നും. എനിക്കിഷ്ടമുള്ളൊരു പാർട്ടി സ്വീകരിച്ചു, അത്ര ഞാൻ ചെയ്ത തെറ്റ്. എല്ലാവർക്കും ഉണ്ട്. ഞാൻ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ വേറൊരാളൊരു പാർട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവരെ കമന്റ് ബോക്സിൽ പോകാനോ ചീത്ത വിളിക്കാനോ പറയാനോ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. പിന്നെ കമന്റ് ഇടുന്നവരും പറയുന്നവരും പറയും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണ് നമ്മളെ ജീവിതം ജീവിക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. തമിഴാണെന്നോ സ്മൈലിയ ഇരുങ്കപ്പ. മുടി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ചേച്ചി കല്യാണം, ചേച്ചി ചേട്ടന് സഹോദരിമാരുണ്ടോ? എനിക്ക് ചേച്ചിയും ചേട്ടനെയും അച്ഛനെയും അമ്മയും അവരെ ഇഷ്ടമാണ്. ചേട്ടൻ സിംഗിൾ പസങ്കയാണ്, സിംഗിൾ മോനാണ്, ഒറ്റ മോൻ. ചേച്ചിയെ കല്യാണം കഴിക്കാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്റെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു. വലിയ എതിർപ്പായിരുന്നു, ഭയങ്കര പടയായിരുന്നു. എതിർപ്പും കാര്യങ്ങളൊന്നും സമയത്തുണ്ടായിരുന്നു. എതിർപ്പുണ്ടായിരുന്നു ഫാമിലി മറ്റേ. പക്ഷെ വീട്ടില് അങ്ങനെ വലിയ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടുപേരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഗ്യാസ് ഇങ്ങനെ അത്രയ്ക്കുള്ളൂ. അല്ലാതെ വേണോ, ഇതൊക്കെ നിനക്ക് വേണോ, നിനക്ക് ഇതൊക്കെ മുഖ്യമാ, ഇന്ത പൊന്നിനെ വേണമാ എന്നൊക്കെ ചോദിച്ചു. അത് വീട്ടിൽ നമ്മളെ ഇഷ്ടങ്ങൾ പറയുമ്പോ അവരെ അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞത് നാട്ടിലുണ്ട്. അല്ല, നേരത്തെ തന്നെ ഇങ്ങനെ നാട്ടില് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു നേരത്തെ തന്നെ. കാരണം കുറെ വർഷം നിർത്താനുള്ള രീതി തന്നെ ഇനിയിപ്പോ നാട്ടിൽ നിന്നാൽ മതി. വീട്ടുകാരുണ്ട്, പിന്നെ അതുകൊണ്ട് തന്നെയാണ് പോകുന്നില്ല എന്ന് വെച്ചത്. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങള് അങ്ങനെയൊന്നും ഇല്ല അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ചോദ്യങ്ങളൊന്നും. കണ്ടുമുട്ടിയത് എങ്ങനെയാണ്? കണ്ടുമുട്ടി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കണ്ടുമുട്ടി, ഏറ്റുമുട്ടി, പടവെട്ടി, പരാജയപ്പെട്ട് ഒടുവിൽ. അല്ല, നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തിയാണ് കല്യാണം നടത്തിയെന്ന് പറഞ്ഞ സത്യം. അല്ല, നമ്മൾക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചാൽ എങ്ങനെ അത് എത്രമാത്രം പ്രാവർത്തികമാകുന്നേ? ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചാൽ ഒരാളുടെ ഇഷ്ടം ഭീഷണിപ്പെടുത്തി നേടാവുള്ളതല്ലോ. അത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നേണ്ടതല്ലേ. കല്യാണം കഴിഞ്ഞ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഇപ്പം 6 മാസമായി, 8 മാസം കഴിഞ്ഞു. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അല്ലേ? മാറ്റങ്ങളുണ്ട്. എന്ത് മാറ്റം? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റങ്ങൾ പറ. അല്ല, എനിക്ക് മാറ്റങ്ങളായിട്ട് തോന്നിയത് നല്ല എന്താ പറയാ, നമുക്കൊരു അടുക്കും ചിട്ടയും ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? പിന്നെ കൂടുതൽ ശ്രദ്ധ അല്ലേ? പിന്നെ കണ്ണിനുണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ ആയിരുന്നു. ഇപ്പൊ എല്ലാ കാര്യത്തിനും ചോദ്യങ്ങള്
ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ചോദ്യം ചോദിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇപ്പൊ ചോദ്യം ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, അവിടെ പോയത് ഇങ്ങനെ. ആ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് ചോദിക്കാതെയൊന്നുമില്ല. എന്നോട് ചോദിക്കും നീ ഇത് എന്നോട് പറയാതെ എന്താ അങ്ങനെ ചെയ്തത്, എന്നോട് അങ്ങനെ ഇതായത് എന്താന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ സീമക്കുട്ടി മോളെ എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇടയ്ക്ക് വെച്ച് വേണ്ട എന്ന് പറഞ്ഞത്? സത്യമായിരുന്നോ അതോ ചാനൽ കള്ളം പറഞ്ഞാണോ? പറ. ഇടയ്ക്ക് അങ്ങനെ തോന്നിയതല്ലേ, അത് കഴിഞ്ഞിട്ട് പോലും അല്ലാണ്ട് അങ്ങനെ ഒരു തീരുമാനം ഒന്ന് തന്നെ എടുത്തിട്ട് അതൊന്നും അങ്ങനെ പറഞ്ഞു. അതൊക്കെ ചുമ്മാ ഞങ്ങളുടെ അപക്വമായ വഴക്കുകളിലുണ്ടായ അതിന്റെ കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ വഴക്കുണ്ടാക്കി ചുമ്മാ പോസ്റ്റ് ചെയ്ത് ഇടുക. 2 ദിവസം വിളിച്ചില്ല, 3 ദിവസം വിളിച്ചില്ലെങ്കിൽ അന്നേരം പോസ്റ്റ് ചെയ്ത് ഇടുക. സത്യം പറഞ്ഞാൽ 4 ദിവസം കൂടെ വിളിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ പോസ്റ്റ് കാണുന്നത്. അയ്യോ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈഗോ പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഭയങ്കര ഭീകരമായിട്ടൊക്കെ ഇരിക്കുമെങ്കിൽ എന്റെ മനസ്സിൽ വിളിക്കുമായിരിക്കും, ഇപ്പൊ മെസ്സേജ് അയക്കാൻ ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കുകയും ഇങ്ങനെ ഇരുന്ന് നോക്കും. ചിലപ്പോ ജസ്റ്റ് ഒരു ദിവസമൊക്കെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഞാനിങ്ങനെ നോക്കും, അയ്യോ മെസ്സേജ് അയച്ചില്ലല്ലോ, വിളിക്കുന്നില്ലല്ലോ, മെസ്സേജ് അയച്ചില്ല, വിളിക്കും. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പോസ്റ്റുകൾ സ്റ്റോറികളൊക്കെ തകർത്ത് വാരി ഇടുന്നുണ്ടേ, എന്നെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ എന്നെ വിളിക്കുന്നില്ല, എന്നെ മെസ്സേജ് എന്നെ വിളിക്കൂല, എന്നെ മെസ്സേജ് അയക്കൂലായിരിക്കും, അയ്യോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും. പക്ഷെ കാണാൻ അങ്ങനെ സങ്കടം ഒന്നും വരത്തില്ല, ഒരു അങ്ങനത്തെ ഭയങ്കര കല്ലിങ്ങനെ കല്ല മനസ്സാണ്. പണ്ടിങ്ങനെ ഞാൻ വിളിക്കാതെ മെസ്സേജ് ഒക്കെ കഴിക്കുമ്പോ ഭയങ്കര വിഷമവും സങ്കടവും ഇങ്ങനെ ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എന്നെ ഒന്ന് പാഠം പഠിപ്പിക്കുക. ഇപ്പൊ നമ്മളത് റിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ആ വിട്ടു പോകത്തില്ലെന്നുള്ള ഉറപ്പുണ്ട് അല്ലേ? അങ്ങനെയുള്ളപ്പോ നമ്മള് എവിടെയാണെങ്കിലും എത്ര നേരം കഴിഞ്ഞാലും നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, വരേണ്ടവർക്ക് വരാം, ആരും തടഞ്ഞു നിർത്തുന്നില്ല, പോണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് അങ്ങനെ ഒരു പണക്കം ഉണ്ടായി അത് വന്ന് കണ്ടു തീരും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടാ, വന്ന് കണ്ടു തീരും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കിങ്ങനെ വിളിക്കാണ്ട് മെസ്സേജ് അയക്കാണ്ട് വെച്ചാൽ പണ്ട് അന്നെന്ന് പറയാൻ അത് ലോങ് ഡിസ്റ്റൻസ് ആണ്. കോളൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചിങ്ങനെ വീഡിയോ കോൾ അപ്പൊ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. 2 വർഷം അതങ്ങനെ ഞാൻ അന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് പോയേനെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ഫോൺ വിളിച്ചും അങ്ങനെ നമ്മൾ കൂടെ ഇരുന്നും പിണക്കം ഉണ്ടായാൽ പിണക്കം മാറ്റി ഫോൺ വിളിച്ച് മാത്രമേ പറയാം. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് അല്ലല്ലോ, ഇപ്പൊ നമ്മൾ കൂടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു മെച്യൂരിറ്റി. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോകാൻ വേണ്ടി അല്ല കല്യാണം കഴിക്കുന്നത്, പാതി വഴി പോകത്തില്ല, അല്ലെങ്കിൽ പിണക്കം മാറി എന്ത് പിണക്കം ഉണ്ടായാലും തിരിച്ചു വരും. ഭാര്യ ഭർത്താക്കന്മാരാണ് തിരിച്ചു വരാം, അല്ലെങ്കിൽ വർത്താനം പറയാൻ തീരും, അത്ര അങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ അതിനെ. വലിയ പക്വതായിട്ട് വലിയ ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, ഒന്ന് ചോദിക്കണം, ഇതായിട്ട് ഞാൻ എപ്പോഴും ചോദിച്ചൂടെ. അല്ല ഞാൻ പറയേ, അങ്ങനെ പെട്ടെന്ന് ഒരു സമയം ബ്ലോക്ക് മാറ്റിയപ്പോൾ ഞാൻ വിളിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു മൊമെന്റിലുണ്ടായി. അല്ല ഞാൻ പറയേ, ഇങ്ങനെ ഞാൻ പറയും നിങ്ങൾക്ക് ഇടയ്ക്ക് വിളിച്ചൂടെ, ചോദിച്ചൂടെ, നീ എന്ത് ചെയ്യുന്നു. ചിലരൊക്കെ ഇങ്ങനെ എപ്പോഴും വിളിക്കും, ഇങ്ങനെ അത് വെറും സോപ്പിടിലും ഇത് വെറും അവര് സിനിമയെ കാണത്തില്ല. ഒരാൾ ജോലിക്ക് പോയി മറ്റേത് പറഞ്ഞത് മുകേഷിനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്, കഴിച്ചോ ചേട്ടൻ ചേട്ടൻ. അപ്പൊ ശരിക്കും അങ്ങനെയല്ല, എനിക്കിങ്ങനെ ഇവിടെ രാവിലെ ഇവിടുത്തെ ജോലികളൊക്കെ ഇവിടെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ, അതിന്റെയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് കണ്ണ വരുമ്പോഴത്തേക്ക് രാത്രി 12 മണിയൊക്കെ ആവും. അപ്പോഴും അതുവരെ അവിടെ ഒറ്റയ്ക്കാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കും, നമ്മൾ എന്തെങ്കിലും ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കും. വർക്കില്ലാത്ത സമയങ്ങളില് വർക്കിന് പോകുമ്പോ പിന്നെ പക്ഷെ അല്ലാത്തപ്പോഴത്തേക്കും ഇങ്ങനെ വിളിക്കത്തൂല്ല, ഒന്നുമില്ല. ഞാൻ ശരിക്കും ദേമി ഇങ്ങനെ ഒരു മെസ്സേജും ഇല്ല, ഒരു വിളിയില്ല. അടി വഴക്കൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ വിളിച്ചില്ലല്ലോ, നിങ്ങൾ മെസ്സേജ് അയച്ചില്ലല്ലോ, നിങ്ങൾ ഭയങ്കര സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെയുള്ളൂ സുഹൃത്തുക്കളെ ഗൈസ്. അങ്ങനെ അതൊക്കെയാണ്. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ സാധാരണ നോർമലി എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉണ്ടായ മാറ്റത്തിന്റെ ഇത് പറഞ്ഞപ്പോഴാണ് ആദ്യം ഞാൻ ഇങ്ങനെ ഭയങ്കര, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായാൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. ഭയങ്കര ഇതാണ് എനിക്ക്, അങ്ങനെ ഒരു ബാഡ് ഒരു ഇതുണ്ട്. അപ്പൊ ഇനി നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന കൂടെ ഇത് ചെയ്യുന്ന ആണെങ്കിലും എനിക്കിങ്ങനെ ഉണ്ടായാൽ അതിങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എനിക്കത് റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. എൻ്റെ റിയാക്ഷൻ ഭയങ്കര അത് ബാഡാണ്. ഭയങ്കരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും, ഇങ്ങനെ ഇതായിട്ട് പറയും. എനിക്കത്
ക്ലിയർ ആക്കണം. ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വർക്ക് സ്ഥലത്തായാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യും, ആരിയ്ക്കുന്നതെന്ന് നോക്കത്തില്ല. അത് വീട്ടിലതുപോലെ എനിക്ക് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുക. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ റിയലൈസ് ചെയ്ത് നമ്മളങ്ങനെ ബേളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒച്ച വെച്ചിട്ടോ ഒന്നും ഒരു ഇതുമില്ല. നമ്മളത് ഈസി ആയിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, മിണ്ടൂല. ഇങ്ങനെ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടത്തില്ല. പിന്നെ കാരണം എനിക്കറിയാം ഒച്ച വെച്ചിട്ടും കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെ എന്നും ഇങ്ങനെയൊക്കെ തന്നെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ ഉമ്മയായിട്ടിരിക്കുമ്പോ പിന്നെ ഇങ്ങോട്ട് എന്ത് വലിയ ഇതൊക്കെ ജാടയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മിണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ വെച്ചാൽ ഇപ്പൊ ജോലിക്ക് പോകുന്നതുകൊണ്ട് വലിയ ആളിനെ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് കിട്ടത്തില്ല. ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വർക്കുകളൊക്കെയാണെങ്കിൽ ഞാൻ ഉണ്ടാവത്തില്ല, കുറെ ദിവസം ഉണ്ടാവത്തില്ല. പിന്നെ അല്ലെങ്കിൽ കണ്ണ വരുമ്പോഴത്തേക്ക് പാതിരാത്രി ചോറ് വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങും. രാവിലെ ആകുമ്പോ വീണ്ടും സംസാരിക്കാനും ഗൾഫിലായിരുന്നപ്പോ അങ്ങനെ തന്നെയാണ് ആ ഒരു അവസ്ഥ. ഇവിടെ ഗൾഫിൽ വന്നിരുന്നാലും അവസ്ഥ. പറയാനും ഒന്നും ഒരു ഇതുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ലോൺലെസ് ഫീലിംഗ് ആണ്. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ ഇങ്ങനെ ഇതായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനും ഇഷ്ടമല്ല. പിന്നെ ഒരു ജോലി ചെയ്യത്തില്ല, പിന്നെ ഒരു കാര്യങ്ങൾ നോക്കത്തില്ല, ഒരു കാര്യങ്ങൾ ചെയ്യത്തില്ല, വീഡിയോ ചെയ്യത്തില്ല. ഭയങ്കര അങ്ങ് മടിച്ചിയാവും. അങ്ങനെ എനിക്ക് മൂഡ് മാറിക്കഴിഞ്ഞാൽ മൂഡ് സ്വിംഗ് ഉണ്ടായ മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ്. കണ്ണിന് മൂഡ് സ്വിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കവന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ ഒരു ഇതുമില്ല, ഇങ്ങനെ വലിയ ഉറക്കോ. വന്ന് ബെഡിൽ കിടന്ന് അപ്പൊ തന്നെ കിടന്ന് കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങും. നമ്മൾ ഇച്ചിരി സംസാരിക്കാനോ ഒന്ന് നമ്മളെ കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും ഇരിക്കത്തില്ല, അങ്ങ് അപ്പൊ തന്നെ ഉറങ്ങും. അത് പകല് മുഴുവൻ അവിടെ കഴിക്കുന്നുണ്ടോ? പകല് മുഴുവൻ ഉറങ്ങാൻ കഴിക്കുന്നുണ്ടോ? പകല് മുഴുവൻ ഉറങ്ങാതെ നമ്മൾ 10-14 മണിക്കൂറല്ലേ 12 മണിക്കൂർ. ഷുഗർ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയത്. ഷുഗർ കട്ട് ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് ഷുഗർ കട്ട് ചെയ്തപ്പോ എനിക്കിപ്പോ വായിട്ട് കളിക്കുക അല്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ടയർഡാവും. ജോലി ഒന്നും ഇല്ലെന്ന് പറയാം, പക്ഷെ ജോലിയുണ്ട്, ജോലിയുടെ ഭാഗത്തെ ജോലികളുണ്ട്. വന്നു കഴിയുമ്പോൾ അതിന്റെ ടയർഡ്നെസ് കൊണ്ട് ചിലപ്പോൾ കയറി കിടന്ന് ഉറങ്ങിപ്പോവും. അത് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നില്ല. രാവിലെ പോവും, വൈകിട്ട് വരുമ്പോൾ ആ സമയമാവും. അങ്ങനെയൊക്കെ ഉണ്ട്. നീ പരാതി തീർക്കാൻ വേണ്ടി ഇപ്പൊ ഒരു 5-6 ദിവസം ലീവ് എടുത്ത് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പരാതിയൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ വീണ്ടും ഇതായിട്ട് പോയത്. അപ്പൊ വീണ്ടും എനിക്ക് പരാതി, വീണ്ടും പരാതി കൂടെ നിന്നതിന്റെ. അപ്പൊ വീണ്ടും എനിക്ക് പരാതി, വിൽക്കാനില്ല, കിട്ടാനില്ല, കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പരാതി. സോ അതൊക്കെയാണ്. അപ്പൊ ഇനി നിങ്ങളെ ബോറടിപ്പിച്ചെന്നറിയാം നമ്മളെ കഥകൾ കേട്ട്. സോ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കണ്ണിന്റെ ഈ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ ടിപ്പുകൾ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ.